ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട് കന്യാകുമാരിയിൽ. ഒറ്റ ദിവസം കൊണ്ട് വളരെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ആണ്. ഫെറി എൻട്രി 4 മണി വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. കന്യാകുമാരി എക്കോ പാർക്കും ഷ്രൈൻ ഓഫ് ഓർ ലേഡി ഓഫ് റാൻസം ചർച്ചും നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലും അവിടെ കയറാനുള്ള ടൈം ഇന്ന് നമുക്ക് ഇല്ല. കന്യാകുമാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്യാകുമാരി പണ്ടേ തമിഴ് സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും കേന്ദ്രമാണ്. ചോള രാജവംശം നൂറ്റാണ്ടുകളായി ഈ പ്രദേശം ഭരിച്ചു. അവരുടെ സ്വാധീനം കന്യാകുമാരിയുടെ വാസ്തുവിദ്യയിലും കലയിലും ഇപ്പോഴും കാണാം. കൊളോണിയൽ കാലത്ത് ഈ നഗരം ഒരു പ്രധാന തുറമുഖമായിരുന്നു. കൂടാതെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇവിടെ വ്യാപാര പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ന് കന്യാകുമാരി ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതിൻ്റെ മനോഹരമായ ബീച്ചുകളും അതുല്യമായ സാംസ്കാരിക പൈതൃകവും ആസ്വദിക്കാൻ ഇന്ത്യയിലും വിദേശത്തു നിന്നും സന്ദർശകർ വരുന്നു. ചരിത്രവും സംസ്കാരവും മനോഹരമായ കാഴ്ചകളും നിറഞ്ഞ തമിഴ്നാട്ടിലെ മനോഹരമായ പട്ടണമാണ് കന്യാകുമാരി. നിങ്ങൾ കന്യാകുമാരിയിലേക്ക് ഒരു യാത്ര ആസൂത്രണം ചെയ്യുകയാണോ? അതോ ഈ തീരദേശ പട്ടണത്തെക്കുറിച്ച് ആകാംക്ഷയുള്ളവരാണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. പന്ത്രണ്ട് മണിയോടുകൂടി ഞങ്ങൾ ശ്രീ അതിഥി ഭവൻ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ കോമറിൻ. അവിടെയും സ്റ്റേ അവൈലബിൾ ആണ്. അതിഥി ഭവനിൽ നിന്ന് ഫുഡ് കഴിച്ച ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അതിഥി ഭവനിൽ നിന്ന് വെറും 4.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക്. 8 AM to 6:30 PM. കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാത്തലിക് ചർച്ചാണ് ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് റാൻസം ചർച്ച്. ഗോതിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മദർ മേരിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. ഇവിടുന്ന് നേരെ പോയാൽ മഹാത്മാഗാന്ധി മെമ്മോറിയൽ, ഗാന്ധി മണ്ഡപം കാണാം. കന്യാകുമാരിയിലെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഗാന്ധി മണ്ഡപം. നിസ്വാർത്ഥനായ നേതാവിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുള്ള ഒരു ജീവിക്കുന്ന ആദരാഞ്ജലിയാണിത്. ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തിൻ്റെ സ്മരണയ്ക്കായാണ് ഗാന്ധി സ്മാരകം സ്ഥാപിച്ചത്.
കന്യാകുമാരിയിൽ ഹോട്ടൽ സമുദ്രയിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ്. 3 സ്റ്റാർ റൂമാണ്. അപ്പോൾ അവർ നമുക്ക് സീ സൈഡ് വ്യൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൂമ്പുഹ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലാണ്. ഫെറി ടിക്കറ്റ് പെർ ഹെഡ് 75 രൂപ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് പ്രമാണിച്ചാണെന്ന് തോന്നുന്നു പതിവിലും കൂടുതൽ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. അവിടെ സ്പെഷ്യൽ എൻട്രി അവൈലബിൾ ആണ്. സ്പെഷ്യൽ ടിക്കറ്റ് റേറ്റ് 300 രൂപ. ടൈമിംഗ് രാവിലെ 7:45 മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. ഇവിടെ നിന്ന് വട്ടക്കോട്ടയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. അതിന് വേറെ ടിക്കറ്റാണ്. AC ബോട്ടാണെങ്കിൽ 450 രൂപയും നോർമൽ ബോട്ടിന് 350 രൂപയും. തിരുവള്ളുവർ സ്റ്റാച്ചു ആണ് നാം ഇപ്പോൾ കാണുന്നത്. രാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനും രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനുമായ സ്വാമി വിവേകാനന്ദനെ ആദരിക്കാനായി 1970 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആകർഷകമായ സ്മാരകമാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. ലോകമത സമ്മേളനത്തിനായി ചിക്കാഗോയിലേക്ക് പുറപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 1892 സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരി സന്ദർശിച്ചിരുന്നു. തുടർന്ന് പാറ സന്ദർശിക്കുകയും അവിടെ 2 ദിവസം ധ്യാനിക്കുകയും ചെയ്തിരുന്നു. ശ്രീപാദ മണ്ഡപവും വിവേകാനന്ദ മണ്ഡപവും റോക്ക് സ്മാരകത്തിൽ കാണേണ്ട 2 സ്ഥലങ്ങളാണ്. ബോട്ടിലേക്ക് കയറാനുള്ള ക്യൂ ആണ്. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ക്യൂ ആണ്. ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി. കന്യാകുമാരിയുടെ സൗന്ദര്യം മൊബൈൽ ക്യാമറകളിൽ പകർത്താനുള്ള തിരക്കിലാണ് എല്ലാവരും. തമിഴ് കവിയും തത്വചിന്തകനുമായ വള്ളുവരുടെ 41 മീറ്റർ അതായത് 133 അടി ഉയരമുള്ള ശിലാശില്പമാണിത്. തിരുവള്ളുവർ ധർമ്മത്തെയും ധാർമ്മികതയെയും കുറിച്ചുള്ള പുരാതന തമിഴ് കൃതിയായ തിരുക്കുറലിൻ്റെ രചയിതാവാണ്. ബോട്ടിൽ നിന്നിറങ്ങിയ ശേഷം ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ യഥാക്രമം വെക്കേണ്ട സ്ഥലത്ത് വെച്ച ശേഷം ഞങ്ങൾ ശ്രീപാദ മണ്ഡപവും വിവേകാനന്ദ മണ്ഡപവും ലക്ഷ്യമാക്കി നടന്നു.
രണ്ട് കടലുകൾ, അതായത് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഒരു സമുദ്രവും, അതായത് ഇന്ത്യൻ മഹാസമുദ്രവും കൂടിച്ചേരുന്ന ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി പട്ടണത്തിനടുത്തുള്ള ഒരു ചെറിയ ദ്വീപിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ദർശനത്തിന് പെർ ഹെഡ് 30 രൂപയാണ്. ഒരു വാസ്തുവിദ്യാ മാസ്റ്റർപീസ്. വിവേകാനന്ദ മണ്ഡപം ബേലൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമകൃഷ്ണ ക്ഷേത്രവുമായി സാമ്യമുള്ളതാണ്. അതേസമയം സ്മാരകത്തിൻ്റെ പ്രവേശന കവാടങ്ങൾക്ക് പുരാതന അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിൽ നിന്ന് അവയുടെ ശൈലി കണ്ടെത്താൻ കഴിയും. സ്മാരകത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസൻ്റെയും ഭാര്യ ശാരദാദേവിയുടെയും ചിത്രങ്ങളുള്ള ഒരു ഹാളും അദ്ദേഹത്തിൻ്റെ പ്രതിമയുമുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിത വലുപ്പമുള്ള വെങ്കല പ്രതിമ അദ്ദേഹത്തിൻ്റെ പരിവ്രാജക് ഭാവത്തിൽ ആകർഷകവും സ്മാരകത്തിൻ്റെ ഏറ്റവും ആകർഷകമായ സവിശേഷതകളിൽ ഒന്നുമാണ്. ഇതാണ് കന്യാകുമാരി സൺറൈസ് കലണ്ടർ. സൺറൈസിൻ്റെ ടൈമിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഈ മണ്ഡപത്തിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. 6 മുറികളുള്ള ധ്യാനശാലയാണിത്. ഇതിനെ ധ്യാനമണ്ഡപം എന്ന് വിളിക്കുന്നു. ഇതിലെ ആത്മീയ അന്തരീക്ഷം സമാധാനപരമായ ധ്യാനത്തിന് അനുയോജ്യമാണ്. കുട്ടികൾക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല. അകത്ത് എല്ലായിടത്തും ഫോട്ടോഗ്രഫി പ്രൊഹിബിറ്റഡ് ആണ്. ലാസ്റ്റ് വീക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ധ്യാനമണ്ഡപത്തിൽ 45 മണിക്കൂർ ധ്യാനമിരുന്നത്. അതായത് ഈവനിങ് ഓഫ് മെയ് 30 തൊട്ട് ഈവനിങ് ഓഫ് ജൂൺ 1 വരെ. ധ്യാന ഹാളിൽ ഒരു സ്പീക്കറിലൂടെ മൃദുവായി ഓം ജപിക്കുന്നു. ഇരൈവൻ ക്ഷേത്രം നിർമ്മിച്ച ഇന്ത്യൻ ശില്പിയായ വി ഗണപതി സ്ഥപതിയാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 25ാമത്തെ പ്രതിമയാണിത്. ഇതൊരു ബുക്ക് ഷോപ്പാണ്. സ്വാമി വിവേകാനന്ദനെയും അദ്ദേഹത്തെ പോലുള്ള വ്യക്തിത്വങ്ങളെയും കുറിച്ചുള്ള പുസ്തകങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ ബുക്ക് ഷോപ്പിൽ വിൽക്കുന്നു. ശുചിമുറികൾക്കും ക്ലീനിംഗ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ മഴവെള്ളം ശേഖരിക്കുന്നതിനുള്ള ഒരു റിസർവോയർ. ഇത് വളരെ ചിന്തനീയമാണ്. പാറയിൽ സന്ദർശകർക്കായി ടോയ്ലറ്റ്സ് ഉണ്ട്. ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് റാൻസം ചർച്ചാണ് നമ്മളിപ്പോൾ അങ്ങ് അകലെയായി കാണുന്നത്. 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പള്ളി അതിനു പിന്നിലുള്ള സമുദ്രത്തിലെ നീല അലകൾക്കെതിരെ അതിമനോഹരമായി കാണപ്പെടുന്നു. പള്ളിയുടെ സെൻട്രൽ ടവറിലെ സ്വർണ്ണക്കുരിശ് ഈ ഗംഭീരമായ ഘടനയ്ക്ക് കൂടുതൽ സൗന്ദര്യവും ആകർഷണീയതയും നൽകുന്നു. മാത്രമല്ല അതിൻ്റെ സൗന്ദര്യവും ശാന്തതയുമാണ് ആളുകളെ ഏറ്റവും ആകർഷിക്കുന്നത്. ഗോത്തിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്.
ഞാൻ എടുക്കാടി. കന്യാകുമാരി ഹാൻഡിക്രാഫ്റ്റ്സിന് പേരുകേട്ട സ്ഥലമാണ്. സ്റ്റോൺ കാർവിങ്സ്, ടെമ്പിൾ ജ്വല്ലറി, സീഷൽ ക്രാഫ്റ്റ്, പാം ലീഫ് ഐറ്റംസ് ഇതിനൊക്കെ പ്രശസ്തമാണ്. അരുൾമികു ഭഗവതി അമ്മൻ ടെമ്പിൾ. രാത്രി 8:30 കഴിഞ്ഞു. അമ്പലം അടച്ചിരിക്കുകയാണ്. 108 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കന്യാകുമാരി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. 3000 വർഷ